നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബംഗാളിൽ മമതാ ബാനർജി പരാജയപ്പെട്ടതിന് ശേഷം കൃത്യമായിട്ടുള്ള തകർച്ചയിലേക്ക് തൃണമൂൽ കോൺഗ്രസ് പോയി. മമതാ ബാനർജി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്ന ഉൾപ്പെടെയുള്ള കോലാഹലങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ തൃണമൂലിൻ്റെ ഏറ്റവും വലിയ പാർലമെൻറ്റിലെ ഗർജന സിംഹി എന്നൊക്കെ തൃണമൂലുകാർ തന്നെ വലിയ തോതിൽ ഹൈപ്പ് ചെയ്തിരുന്ന മഹുവ മൊയ്ത്ര BJPയിൽ നിന്നും സൈബർ ബുള്ളിങ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഇടയ്ക്ക് വെച്ച് BJPയിലേക്ക് പോകുമെന്ന അഭ്യൂഹം വരെ ഉണ്ടായി. സുവേദു അധികാരിയെക്കുറിച്ച് നല്ല വാക്കുകൾ പരാമർശിച്ചതിനർത്ഥം അവർ തൃണമൂൽ വിട്ട് BJPയിലേക്ക് പോകാനുള്ള ഒരു സൈനാണ്, അതിൻ്റെ ഒരു സിമ്പലാണ് അവർ കാണിക്കുന്നത് എന്ന് വരെ BJP നേതൃത്വം പറയാൻ തുടങ്ങി. പക്ഷേ വളരെ കൃത്യമായി പറയട്ടെ, BJPയിലേക്ക് അവർക്ക് പോകാൻ മനസ്സില്ല എന്നുള്ളത് അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. നരേന്ദ്രമോദിയോടും അതുപോലെ സംഘപരിവാറിനോടും ഒരിക്കലും അടുപ്പം കാണിക്കാൻ തൻ്റെ മനസ്സോ തൻ്റെ രാഷ്ട്രീയമോ അനുവദിക്കുന്നില്ല എന്ന് മഹുവ മൈത്ര പറഞ്ഞ നിമിഷം മുതൽ അവർ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. മഹുവയെ അപായപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്ന് അവരുടെ സഹ MP ആയിട്ടുള്ള, അവരുടെ പാർട്ടിയിലെ തന്നെ സഹ MP ആയിട്ടുള്ള സൈനി ഘോഷ് പറഞ്ഞിരിക്കുകയാണ്. നേരത്തെ സിനിമാ മേഖലയിൽ നിന്നും മിമി ചക്രവർത്തിയും അതുപോലെ മറ്റ് പലരും വന്നു. മുൻമുൻ സിംഗ് ഉൾപ്പെടെയുള്ളവർ വന്നിട്ടുണ്ട്. അവരെല്ലാം പറയുന്നത് മഹുവ മൊയ്ത്ര ഏറ്റവും മികച്ച രീതിയിൽ ഭയം ലേശം പോലുമില്ലാത്ത ഒരു വനിതാ പാർലമെൻറ്റേറിയനാണ് എന്നതാണ്. കാരണം അവർ പറയുന്ന വാക്കുകൾ BJPക്ക് വല്ലാതെ പൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഇടയിൽ വെച്ച് അവരെ സ്പീക്കറായ ഓം ബിർള അയോഗ്യയാക്കിയത്. പക്ഷേ രണ്ടാമതും കൃഷ്ണനഗറിൽ നിന്നും വിജയിച്ച അവർ അധികാരത്തിലേക്ക് വന്നതിന് ശേഷം, കൃഷ്ണനഗർ MP ആയതിനു ശേഷം ഇതേ സ്പീക്കറുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു, ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ സാർ, നിങ്ങൾ അയോഗ്യയാക്കിയ എന്നെ ജനങ്ങൾ വീണ്ടും യോഗ്യതയുള്ളവളാണ് എന്ന് പറഞ്ഞ് വൻ ഭൂരിപക്ഷത്തോടെ, കഴിഞ്ഞ തവണത്തേക്കാൾ വൻ ഭൂരിപക്ഷത്തോടെ എന്നെ ജയിപ്പിച്ച് വിട്ടിട്ടുണ്ട് സാർ എന്ന് പറഞ്ഞു. കല്യാൺ ബാനർജി അടക്കമുള്ളവർ BJPയുടെ പരിഹാസം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം കല്യാൺ ബാനർജി BJPക്കെതിരെ ഇത്തവണ ചൂ കിറ്റ് കിറ്റ് എന്ന കളിയെക്കുറിച്ച് പറഞ്ഞ്, അതൊരു ഏണിയും പാമ്പും പോലുള്ള കളിയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. BJPയുടെ അംഗസംഖ്യ 240 നിന്നും ഇനിയും കുറയും എന്ന് പറഞ്ഞ് പരിഹസിച്ചു. ഇപ്പോഴിതാ നിങ്ങളുടെ സംസ്ഥാനം ഞങ്ങളല്ലേ ഭരിക്കുന്നതെന്ന് ചോദിച്ച് തിരിച്ചും കളിയാക്കി. സംഘപരിവാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേവല ഭൂരിപക്ഷം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ എന്തെല്ലാം കള്ളക്കളികൾ കളിച്ചു. ഏകദേശം 80 ലക്ഷത്തിലധികം വരുന്ന വോട്ടർമാരുടെ ലിസ്റ്റ് തന്നെ SIR നടപടിയുടെ പേരും പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷനെ ദുരുപയോഗം ചെയ്ത് ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് തന്നെ നിങ്ങൾ പേര് മാറ്റി കളഞ്ഞില്ലേ? അതിൽ പരം നാണം കെട്ട എരണം കെട്ട ഒരു സമീപനമുണ്ടോ? എന്നിട്ട് നിങ്ങൾ പറയുന്നു, നിങ്ങളെ ഭയന്നുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ വോട്ടർ മെഷീനെ കുറിച്ച് കുറ്റം പറയുന്നു, അത് പറയുന്നു, ഇത് പറയുന്നു എന്ന്. ദക്ഷിണേന്ത്യയിൽ എന്തുകൊണ്ട് അത് നടക്കുന്നില്ല? അപ്പോൾ നിങ്ങൾ രണ്ട് നയമല്ലേ പറയുന്നു? ഉത്തരേന്ത്യ ഞങ്ങളെ അനുകൂലിക്കുന്നത് നിങ്ങൾക്ക് കണ്ണിൽ പെടുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, സമാജ്വാദി പാർട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ഞങ്ങൾ ഇതൊന്നുമല്ല പ്രതീക്ഷിച്ചത്, 80 സീറ്റ് കിട്ടിയാലും ഞങ്ങൾ ബാലറ്റ് പേപ്പറിന് വേണ്ടി വാദിച്ചിരിക്കുമെന്ന്.